ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് നല്ലൊരു ഫോളാണ് നമ്മൾ കണ്ടത്. തുടർച്ചയായ ഒരു താഴ്ചയുടെയും ഉയർച്ചയുടെയും ഒരു അനിശ്ചിതത്വത്തിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം നമുക്കറിയാം. കാരണം ഇലക്ഷൻ റിസൾട്ടുകൾ വരാൻ പോവുകയാണ്. ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കും, അങ്ങനെയുള്ള ധാരാളം അനിശ്ചിതത്വം മാർക്കറ്റിലുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആണ് മാർക്കറ്റ് എന്ന്, ഓവറോൾ മാർക്കറ്റ് എന്ന് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായും മാർക്കറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ റിസൾട്ടുകൾക്ക് ശേഷമേ അതാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുവിധം എല്ലാ ഇൻഡെക്സുകളിലും വൻ തകർച്ച കണ്ടതാണ്. എന്നാൽ ഈ ഒരു തകർച്ചയ്ക്കിടയിലും ഒരു സെക്ടർ നല്ല രീതിയിൽ മുന്നോട്ട് പോയതായിട്ട് കാണാം. 2% ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ആ സെക്ടറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് ഒരു വർഷം മുമ്പേ 2022 ജൂലൈയിൽ അന്ന് നടന്ന ഒരു മൂവിന് ശേഷം പിന്നീട് ഇതുവരെ ആ ഒരു സെക്ടറിൽ ഒരു മൂവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് നടന്നത് അതിൻ്റെ ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ മൂവാണ്. ആ ഒരു ഇൻഡെക്സ് ഇത്രമാത്രം മുന്നോട്ട് പോകാൻ കാരണം എന്താണ് നമ്മൾ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആ ഇൻഡെക്സിലുള്ള 15 സ്റ്റോക്കുകളിൽ 10 സ്റ്റോക്കുകളും ഇന്ന് നേട്ടമുണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് ശക്തമായൊരു അപ് ട്രെൻഡിൻ്റെ ഒരു സൂചനകൾ നൽകിയ നിഫ്റ്റി FMCG സെക്ടറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിഫ്റ്റി 50 കഴിഞ്ഞ വർഷം അണ്ടർ പെർഫോം ചെയ്ത ഒരു ഇൻഡെക്സാണ് നിഫ്റ്റി FMCG ഇൻഡെക്സ്. അതിലെ പല സ്റ്റോക്കുകളും ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്ഷമ പരീക്ഷ വർഷമായിരുന്നു കടന്നുപോയത്. നിഫ്റ്റി 22% മുകളിൽ റിട്ടേൺ നൽകിയപ്പോൾ ഈ പറയുന്ന FMCG ഇൻഡെക്സ് റിട്ടേൺ വെറും 15% മാത്രമായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നിഫ്റ്റി 0.6% ഒരു ഡൗൺ ഫോൾ കണ്ടപ്പോൾ ഈ FMCG ഇൻഡെക്സ് 2% മുന്നോട്ട് പോയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റി FMCG ഇൻഡെക്സ് എന്ന് പറയുന്നത് 15 FMCG സെക്ടറിലുള്ള സ്റ്റോക്കുകളുടെ ഒരു കൂട്ടമാണ്. ആ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മാരിക്കോ, അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്, ഡാബർ ഇന്ത്യ, ബ്രിട്ടാനിയ, നെസ്ലെ ഇന്ത്യ, ITC, യുണൈറ്റഡ് ബീവറേജസ്, കോൾഗേറ്റ് പാംലീവ്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ, ടാറ്റ കൺസ്യൂമർ, ബൽറാംപൂർ ചീനി, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, അതുപോലെ റാഡിക്കോ കേത്ത, കൂടാതെ വരുൺ ബീവറേജസും ഈ ഇൻഡെക്സിൽ ഉണ്ട്. ഇങ്ങനെ 15 സ്റ്റോക്കുകളുടെ ഒരു കൂട്ടമാണ് നിഫ്റ്റി FMCG ഇൻഡെക്സ്. അപ്പോൾ ഈ ഇൻഡെക്സിലുള്ള ഈ സ്റ്റോക്കുകളുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 15 സ്റ്റോക്കിൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ 86%, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ 11%, സ്മോൾ ക്യാപ്പ് 1% മാത്രമാണ് ഈ ഒരു മൊത്തം 15 സ്റ്റോക്കുകളിലെ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. ഇനി ഇതിനെ സെക്ടർ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FMCG സെക്ടർ, പ്യുവറായിട്ടുള്ള FMCG സെക്ടറിൽ 52% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ടൊബാക്കോ പ്രൊഡക്ട്സ് 32%, പ്ലാന്റേഷൻ, അതുപോലെ പ്ലാന്റേഷൻ പ്രൊഡക്റ്റുകൾ 6%, അതുപോലെ ആൽക്കഹോളിക് ബീവറേജസ് 5%, എഡിബിൾ ഓയിൽ 2%, ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ 0.39% നമുക്ക് ഈ 15 സ്റ്റോക്കുകളിൽ കാണാൻ കഴിയുക. അപ്പോൾ ഈ 15 സ്റ്റോക്കുകളുടെ കഴിഞ്ഞ വർഷത്തെ പ്രകടനം വളരെ പുവറായിരുന്നു ഞാൻ പറഞ്ഞു. ഇപ്പോൾ HUL ആണെങ്കിൽ ഒരു -7% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം നൽകിയത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് വൻതോതിൽ ഡിസ്ട്രോയ് ചെയ്ത ഒരു വർഷത്തിലൂടെയായിരുന്നു HUL കടന്നുപോയത്. അതുപോലെ ITC ആണെങ്കിൽ വെറും 3% റിട്ടേൺ ആണ് നൽകിയത്. ഡാബർ, അതുപോലെ നെസ്ലെ ഇന്ത്യ, അതുപോലെ മാരിക്കോ, ഈ 3 സ്റ്റോക്കുകൾക്ക് 10% കൂടുതലുള്ള റിട്ടേൺ നൽകാൻ സാധിച്ചു. അറ്റ്ലീസ്റ്റ് അത് FDയെ ബീറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ സ്റ്റോക്കുകളിലാണ് ഇന്ന് നമുക്ക് ഈ ഒരു മാറ്റം. അപ്പോൾ ഈ ഒരു മാറ്റം എന്തുകൊണ്ട് ഉണ്ടായി എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇൻഫ്ലേഷനാണ് ഏറ്റവും വില്ലനായിട്ട് ഈ ഒരു അണ്ടർ പെർഫോമിന് കാരണമായിട്ടുള്ളത്. ഈ ഇൻഫ്ലേഷൻ കാരണം റൂറൽ സെമി അർബൻ മേഖലകളിലെ കൺസ്യൂമേഴ്സിൻ്റെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്പെൻഡിങ് കപ്പാസിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രീമിയം പ്രൊഡക്റ്റുകളൊന്നും വാങ്ങാൻ ഇവർക്കാവില്ലായിരുന്നു. ഇപ്പോൾ HULൻ്റേതായാലും മാരിക്കോയുടേതായാലും ഡാബറിൻ്റെയൊക്കെ പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ച് അവരുടെ പ്രീമിയം പ്രൊഡക്റ്റുകൾ, വലിയ വിലയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാനുള്ള കപ്പാസിറ്റി ഈ ഗ്രാമീണ ജനതക്കോ അല്ലെങ്കിൽ സെമി അർബൻ മേഖലയിലുള്ള സാധാരണക്കാർക്കോ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം FMCG കമ്പനികളുടെ പെർഫോമൻസിനെ, അവരുടെ റവന്യൂ ഗ്രോത്തിനെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം റൂറൽ ഏരിയ ഒരു റിക്കവറി സ്റ്റേജിലൂടെ കടന്നു പോവുകയാണെന്നാണ് പറയുന്നത്.
ഇപ്പോൾ HULൻ്റെയും ഡാബറിൻ്റെയും ബ്രിട്ടാനിയയുടെയും മാരിക്കയുടെയും ഒക്കെ അവരുടെ കമ്പനിയുടെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവരുടെ കോൺകോൾസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഒരു കാര്യം ഊന്നി പറയുകയാണ്. അതായത് 2025 ആകുമ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയർ 2025 റൂറൽ സെഗ്മെൻറ്റ് പൂർണ്ണമായും റിക്കവർ ചെയ്യുമെന്നും ഒരുപക്ഷെ അർബൻ മേഖലയേക്കാൾ ഡബിൾ ഫേസിലുള്ള ഒരു ഗ്രോത്തിലൂടെ റൂറൽ മാർക്കറ്റ് വളരുമെന്നുമാണ് കണക്കുകൂട്ടുന്നത്. കൂടാതെ നല്ലൊരു മൺസൂൺ ആണ് ഇന്ത്യ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വരുന്ന ആളുകളിൽ നല്ലൊരു മൺസൂൺ ലഭിക്കുകയാണെങ്കിൽ ഗ്രാമീണ ജനതയുടെ പ്രത്യേകിച്ച് അവർ അഗ്രികൾച്ചറൽ മേഖലയിൽ ആ എക്കണോമിയുടെ വളർച്ചയ്ക്ക് അത് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും അത് മൊത്തത്തിലുള്ള ഈ റൂറൽ സെഗ്മെൻറ്റിലെ റിക്കവറിക്ക് കാരണമാകുമെന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് വാർത്തകളാണ് ഈ സ്റ്റോക്കുകളിലുള്ള മുന്നേറ്റത്തിനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും മാരിക്കോ 10% ഒരു ഗ്രോത്താണ് കാണിച്ചത്. ഒരൊറ്റ ദിവസം 10% അപ്വേർഡ് മൂവ്മെൻറ്റ്. അതുപോലെ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണെങ്കിൽ 5% ഒരു ഗ്രോത്ത് കാണിച്ചു. അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവറും 5% ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഡാബറിലും ഒരു 5% ഒരു അപ്വേർഡ് മൂവ്മെൻറ്റാണ് ഇന്ന് കണ്ടത്. ബ്രിട്ടാനിയയിൽ 2%, അതുപോലെ നെസ്ലെ ഇന്ത്യയിൽ 2%, അതുപോലെ ITCയിൽ 1% മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ 7 സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ആൽക്കഹോൾ സെഗ്മെൻറ്റിൽ ആ രീതിയിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല, അതുപോലെ ഷുഗർ സെഗ്മെൻറ്റിലും ഉണ്ടായിട്ടില്ല. എങ്കിലും ഈ ഭൂരിഭാഗം FMCG സ്റ്റോക്കുകളിലും ഈ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് സ്റ്റോക്ക് വാങ്ങണമെന്നോ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടുണ്ടാകും. ഈ സന്ദർഭത്തിൽ നമ്മൾ സഹായിക്കുന്ന ഒരു സംഭവമാണ് FMCGയുടെ ETF എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൽ നമുക്ക് ICICIയുടെ ഒരു FMCG ETF നമുക്ക് ലഭ്യമാണ്. ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി FMCG ETF എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടി ക്യാപ്പ് ETF ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ 15 സ്റ്റോക്കുകളുടെ ഒരു ആകത്തുകയാണ് ഈ ഒരു ETF. അപ്പോൾ ഇതൊരു നോർമൽ ലിക്വിഡിറ്റി ഉള്ള ഒരു ETF തന്നെയാണ്. 579 രൂപയാണ് ഈ ഒരു ETFൻ്റെ കറണ്ട് പ്രൈസ്. ഇന്നത്തെ ദിവസം നമുക്കറിയാം 2% ഈ പറയുന്ന നിഫ്റ്റി FMCG മുന്നോട്ട് പോയപ്പോൾ ഇതും ഏകദേശം 2% മുന്നേറ്റം നൽകിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഹൈ 582 ലോ 566. ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ 16% മാത്രമാണ്. നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞു FMCG ഇൻഡെക്സിൻ്റെ റിട്ടേൺ 16%. അതേ റിട്ടേൺ തന്നെയാണ് ഇതും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ETF എന്ന് പറയുന്നത് ഇൻഡെക്സിനെ പൂർണ്ണമായി ട്രാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണെങ്കിൽ ലെസ് എക്സ്പെൻസ് റേഷ്യോ ആണ്. അതുപോലെ ട്രാക്കിംഗ് എറർ നോക്കുകയാണെങ്കിൽ അത് വളരെ ക്ലോസ് ആയിട്ട് ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. FDനേക്കാൾ ബെറ്റർ റിട്ടേൺസ് ലോങ് ടേമിൽ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആണെങ്കിൽ ഇതൊരു ഓവർബോട്ട് സോണിലൊന്നുമല്ല, നമുക്ക് എൻട്രി എടുക്കാവുന്ന ഒരു സോണിൽ തന്നെയാണ്. ഇതിൻ്റെ AUM 131 കോടിയാണ്. എക്സ്പെൻസ് റേഷ്യോ 0.20. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനിശ്ചിതത്വം നിറഞ്ഞ ഒരു മാർക്കറ്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു സെക്ടറിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ETF വാങ്ങുന്നതായിരിക്കും ഏറ്റവും നമ്മളെ ഒരു വളറ്റിലിറ്റിയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്ന ഘടകം. അതിൻ്റെ അർത്ഥം ഇതൊരു റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല, നിങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.